നിന്റെ 2 ഹാൻഡ് റൈറ്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സംശയം. അപ്പോൾ ഇതുപോലെ ടീച്ചേഴ്സിനുണ്ടാവും, നമുക്കൊന്ന് ക്ലാരിറ്റി ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഓഡിയൻസിന് കാണിച്ചു കൊടുക്കണം. ഹൗസിൻ്റെ ആദ്യത്തെ ഹാൻഡ് റൈറ്റ് ഇതാണ് കേട്ടോ. ഇത് ഹൗസിൻ്റെ ഹാൻഡ് റൈറ്റ് ഇങ്ങനെയാണ് ഹാൻഡ് റൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹാൻഡ് റൈറ്റ് ഇതാണ്. ഹൗസിൻ്റെ രണ്ടാമത്തെ ഹാൻഡ് റൈറ്റ് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ട രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്. ഞാൻ വിചാരിക്കും ഇത് വേറെ ആളെ എഴുതി, ഇത് വേറെ ആളെ എഴുതി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഹൗസ് എഴുതുന്ന എനിക്ക് എത്ര ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. എന്നാ പിന്നെ ഇപ്പൊ ആദ്യം നമുക്ക് രണ്ടെണ്ണം ഇതല്ലേ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാൻ കാണിച്ചത്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. അപ്പൊ ലൈവായിട്ട് ഓക്കെ തുടങ്ങിക്കോ. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ ഏതെങ്കിലും എഴുതിക്കോ. ആദ്യം ഹൗസിന്റെ കേഴ്സീവ് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാണ് ഹൗസിന്റെ കേഴ്സീവ് റൈറ്റിംഗ്. അപ്പോൾ ഹൗസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഹാൻഡ് റൈറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഹൗസ് ഒരു വരി മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എഴുതിക്കാം, കുറച്ച് ഇരുന്നോട്ടെ, നമുക്ക് കാണിക്കാമല്ലോ. ഹൗസത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ എഴുതാൻ പറ്റാത്തല്ല. നോക്കി എഴുതുന്നതുകൊണ്ടാണ്. ഇനി അടുത്ത് നമുക്ക് ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വരെ മതിയില്ലേ? മതി. ഞാൻ അടുത്തത് രണ്ടാമത്തെ സെക്കൻഡ് ഹാൻഡ് റൈറ്റ്. ഇതേ റിപ്പീറ്റേഷൻ കേട്ടോ. രണ്ട് വ്യത്യസ്തമായിട്ട് തോന്നുന്ന കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഹൗസിന്റെ 2 ഹാൻഡ് റൈറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? പറയാനില്ലേ? അവരോട് പറയാനുണ്ടെന്ന് പറയേ. എനിക്ക് 2 ഹാൻഡ് റൈറ്റിംഗിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. സെക്കൻഡാണ് നിനക്ക് ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ അല്ലേ? എന്നെ ചെറുപ്പത്തിലെ കേഴ്സീവ് എഴുതുന്ന പഠിപ്പിച്ചു തന്നത്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു റൈറ്റ് കേഴ്സീവ്. കേഴ്സീവ് ആണ് ഡോക്ടേഴ്സ് അവര് വരെല്ലാം എഴുതണം, അങ്ങനെയാണ്. കംഫർട്ട് അത് നീ എഴുതിക്കോളാം. അമ്മ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിലേ അത് സാധാരണ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാ എഴുതല്, വിട്ട് ഇത് എഴുതുന്ന എല്ലാം ഒന്നിച്ച് എഴുതുന്നേ. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. താങ്ക് യു.